എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL T20 ക്രിക്കറ്റിലെ തുടർച്ചയായ മൂന്നാം വിജയം സ്വന്തമാക്കുകയായിരുന്നു ഇന്ന് രാജസ്ഥാൻ. മുംബൈ ഇന്ത്യൻസിനെയാണ് രാജസ്ഥാൻ മുട്ടുകുത്തിച്ചത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈ 9 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺസാണ് നേടിയത്. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ അനായാസം ലക്ഷ്യത്തിൽ എത്തുകയായിരുന്നു. മത്സരം തോറ്റ ശേഷം മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മത്സരം തോറ്റതിൽ എനിക്ക് സങ്കടമുണ്ട്. ഇന്ന് വിജയിക്കാൻ ആകും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ല. ബാറ്റിംഗിൽ ഒരുപാട് പോരായ്മകൾ വന്നു. മികച്ച ഒരു ടോട്ടലിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് രാജസ്ഥാന് അനായാസം ലക്ഷ്യത്തിൽ എത്താൻ കഴിഞ്ഞു. എന്തായാലും സഞ്ജു സാംസൺ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയും മികച്ചതാണ്. സഞ്ജു വളരെ മികച്ച ഒരു പ്ലെയർ ആണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ അവസരങ്ങൾ ലഭിക്കാത്തത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും ഇന്ന് അവരുടെ ദിവസം ആയിരുന്നു. ഞങ്ങൾക്ക് ഇനിയും ബാറ്റിംഗും ബൗളിംഗും മികച്ചതാക്കേണ്ടതുണ്ട്. ഇനിയും മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇതിലും ശക്തമായി തന്നെ അടുത്ത മത്സരങ്ങളിൽ ഞങ്ങൾ തിരിച്ചുവരും എന്നും ഹാർദിക് പറഞ്ഞു. ഇന്ന് രാജസ്ഥാൻ മികച്ച ബൗളിംഗാണ് കാഴ്ചവെച്ചത്. അവരുടെ കളിക്കാർ എല്ലാം ഇപ്പോൾ മികച്ച ഫോമിലാണ്. ഇനിയും രാജസ്ഥാൻ ഇതേ ഫോം തുടരുകയാണെങ്കിൽ ഈ വർഷത്തെ കപ്പ് ഒരുപക്ഷെ അവർക്ക് ഉള്ളതായിരിക്കും. എന്തായാലും കാത്തിരിക്കാം അടുത്ത ബംഗളൂരു ലക്നൗ മത്സരത്തിനായി. ആരാകും നാളത്തെ മത്സരത്തിലെ വിജയി എന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.